ഹായ്, നമസ്കാരം. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംഭവവാസങ്ങളെക്കുറിച്ച് പലരും എന്നെ വിളിച്ചു ചോദിക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എതിർചേരിയിലുണ്ടായിരുന്ന സിനിമാ അഭിനേതാവ് വിജയുടെ പാർട്ടി TVKക്ക് ഇടതുപക്ഷം CPM പിന്തുണ നൽകിയത്? ഇതിൽ അധാർമികതയുണ്ടോ? രാഷ്ട്രീയ മര്യാദ നമ്മൾ കാറ്റിൽ പറത്തിയോ? എന്താണ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ അനാവരണം ചെയ്യപ്പെടുന്നത്? ഇതാണ് പലരും എന്നെ വിളിച്ചു ചോദിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ വിജയ്ക്ക് കിട്ടിയത് 108 അതേസമയം ഭൂരിപക്ഷത്തിനുള്ള ഒരു മാജിക് നമ്പർ എന്ന് പറയുന്നത് 118 10 പേരുടെ കുറവുണ്ടായിരുന്നു. DMK ചേരിയിൽ മത്സരിച്ച കോൺഗ്രസ് അവരുടെ 5 MLA-മാരെയും കൊണ്ട് അവർ TVK പക്ഷത്തേക്ക് ആദ്യം തന്നെ ചേരി മാറി. ഇടതുപക്ഷത്തിന്റെ നിലപാട് വളരെ സ്പഷ്ടമായിരുന്നു. ഇടതുപക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് CPI-ക്ക് 2, CPM-ന് 2, നമ്മുടെ പാർട്ടികളോട് സഹകരിക്കുന്ന VCK-ക്കും 2, അങ്ങനെ 6 MLA-മാരുടെ ഒരു ഒത്തുചേരൽ. ഈ പാർട്ടികൾക്കിടയിൽ ഒരു ആശയവിനിമയം ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് തമിഴ്നാട്ടിലെ ജനവിധി വിജയ്ക്ക് അനുകൂലമാണ്. ഏറെക്കുറെ ഭൂരിപക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന വിജയെ ക്ഷണിക്കണം. അതാണ് രാഷ്ട്രീയ മര്യാദ എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഗവർണറെ ഉപയോഗിച്ച് കേന്ദ്ര ഭരണകക്ഷി അവിടെ ഒരു കള്ളക്കളി ആരംഭിച്ചു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമായി. പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താൻ BJP ആലോചിക്കുന്നു, അതിനുശേഷം പാർട്ടികളെ പിളർത്തും. ഇതായിരുന്നു BJPയുടെ മനസ്സിലുണ്ടായിരുന്നത്. ഈ സമയത്ത് CPM-ഉം CPI-യും VCK ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറഞ്ഞു, ലാർജസ്റ്റ് പാർട്ടി, സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്ന നിലയിൽ TVK വിളിക്കേണ്ടതാണ്. അതാണ് രാഷ്ട്രീയത്തിന്റെ കീഴ്വഴക്കമെന്നുള്ളത്. പക്ഷേ ഗവർണർ തന്റെ മുമ്പിൽ ഭൂരിപക്ഷം ബോധ്യപ്പെട്ടാൽ മാത്രമേ വിളിക്കൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് CPM-ഉം CPI-യും DMK ആയിട്ട്, അതായത് DMK മുന്നണിയിലായിരുന്നു, DMK-യുമായിട്ട് കൃത്യമായ ചർച്ചകൾ നടത്തി. ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യം. അതല്ലെങ്കിൽ BJPക്ക് ഒരു കള്ളക്കളി കളിക്കാനുള്ള ഒരവസരം അവിടെ സംജാതമാകുമെന്നുള്ള കാര്യം DMK-ക്ക് ബോധ്യപ്പെടുന്ന രീതിയിലും നമ്മുടെ പാർട്ടികൾ അവരുമായിട്ടുള്ള ചർച്ചയിൽ അടിവരയിട്ട് പറഞ്ഞു. DMK-യും ഏറെക്കുറെ ആ ഒരു സമീപനത്തിലാണ് എത്തിയിരുന്നത്. അങ്ങനെയാണ് CPM-ന്റെ 2, CPI-യുടെ 2, അതുപോലെ VCK-യുടെ 2, അങ്ങനെ 6 MLA-മാരുടെ പിന്തുണ വിജയുടെ പാർട്ടിക്ക് നൽകാൻ ഔദ്യോഗികമായി നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം, അല്ല, DMK-യും ADMK-യും കൂടി ചേർന്നൊരു സഖ്യമുണ്ടാക്കി അതിനെ നമ്മൾ പിന്തുണച്ചിരുന്നെങ്കിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു എന്ന്. അതിലൊരു വലിയ ഒരു അനീതിയുണ്ട്, അധാർമികതയുണ്ട്. എന്താ കാരണം? തമിഴ്നാട്ടിലെ ജനവിധിയെ അട്ടിമറിക്കുന്നതിനായിരിക്കും നമ്മൾ കൂട്ടുനിൽക്കുന്നത്. അതൊരു തരത്തിന് അഭികാമ്യമല്ല. 1, 2, അതിൽ പിന്നിലുള്ള ഒരു ചതിക്കുഴിയുണ്ട്. BJP മുന്നണിയെ നയിക്കുന്ന ADMK-യെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു ഗവൺമെന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പരോക്ഷമായിട്ട് അതിൽ BJP-യുടെ ഒരു ഹസ്തം നമുക്ക് കാണാൻ കഴിഞ്ഞു. BJP-യാണ് ആ ഒരു ആശയവുമായിട്ട് മുമ്പോട്ട് പോയത്. ADMK അത്തരത്തിലുള്ള ഒരു ബാന്ധവത്തിലേക്ക് തള്ളിവിടുന്നതിലുള്ള പ്രേരക ശക്തി BJP-ആണെന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു. അതിനേക്കാളേറെ അത് രാഷ്ട്രീയമായ ഒരു സദാചാര വിരുദ്ധതയായിരിക്കും. മാത്രമല്ല അത് ജനവിധിയെ അട്ടിമറിക്കുന്നതിന് തുല്യമായിരിക്കും. ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷം ഔപചാരികമായി അൺകണ്ടീഷണലായി ഉപാധികളില്ലാതെ പിന്തുണ നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ അൺകണ്ടീഷണലായിട്ടുള്ള പിന്തുണ രേഖാമൂലം നൽകിയാൽ മാത്രമേ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ മുറിച്ചുകടക്കാനും BJP-യുടെയും ഗവർണറുടെയും കള്ളക്കളി അവിടെ യാഥാർത്ഥ്യമാകാതിരിക്കാനും വഴിവെക്കൂ എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഇടതുപക്ഷം അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അപ്പൊ ചിലരുടെ മനസ്സിൽ മറ്റൊരു ചോദ്യം വരും. ചിലരോട് ചോദിച്ചു, അല്ല, കോൺഗ്രസും അങ്ങനെയല്ലേ എടുത്തേ? അല്ല, കോൺഗ്രസ് DMK-യുമായിട്ട് യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. തങ്ങളുടെ 5 MLA-മാർക്ക് പ്രത്യുപകാരമായിട്ട് മന്ത്രിസ്ഥാനം കിട്ടൂലോ എന്നുള്ള ഒറ്റ കാരണത്താലാണ് കോൺഗ്രസ് ആദ്യം തന്നെ, അതായത് വിജയെ വിളിക്കുവോ ക്ഷണിക്കുവോ മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി ഗവർണർ അനുവദിക്കുവോ എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മറുകണ്ഠം ചാടിയത്. അതുകൊണ്ടാണ് DMK ക്ഷോഭം പ്രകടിപ്പിക്കുകയും കോൺഗ്രസുമായിട്ടുള്ള ദേശീയ തലത്തിലുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംഭവവാസങ്ങൾ ഒരു പരിസമാപ്തിയിലെത്തട്ടെ. ജനവിധി ലഭിച്ച വിജയ് ഗവൺമെന്റ് രൂപീകരിക്കട്ടെ. അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഇടതുപക്ഷത്തിന്റെ പിന്തുണ നിരുപാധികമായിട്ടുള്ള പിന്തുണയാണ്. വരും ദിവസങ്ങളിൽ വിജയുടെ ഭരണ നിർവഹണത്തെ നിരീക്ഷിച്ചുകൊണ്ട് യുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയുകയും ചെയ്യും.